നീനു മരിച്ച ദിവസം രാവിലെ 7 മണി വരെ തൻ്റെ ഫോൺ തൃശ്ശൂർ പൂങ്കുന്നം ടവറിൽ. അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ്. പിന്നെ ഓണാവുന്നത് എറണാകുളത്ത് രാവിലെ 9:05. അതെന്താടോ 2 മണിക്കൂർ സ്വിച്ച് ഓഫ്? അത് ഫോൺ ഓഫ് ചെയ്തിട്ടാണ് സാർ. എന്തിനാ ഓഫ് ചെയ്തെന്നാ തന്നോട് ചോദിച്ചത്? എൻ്റെ ഫോണല്ലേ സാർ, എനിക്ക് ഓഫ് ചെയ്തൂടെ? എടാ, ഓഫ് ചെയ്ത് വെക്കാനുള്ള കാരണമാണ് ചോദിച്ചത് കേട്ടോ. അത് ഞാൻ ഒരു യാത്രയിലായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതുകൊണ്ട് ഓഫ് ചെയ്തു വെച്ചാ. വണ്ടി ഓടിക്കുമ്പോൾ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? ആ സാറേ, വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്നല്ലേ? അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭഗത്തെ. എൻ്റെ സാറേ, ഈ നീനു മരിച്ചെന്ന് ചാനലുകാർ പറയുന്ന സമയം 6 മണിയാണ്. ആ സമയത്ത് ഞാൻ പൂങ്കുന്നം ടവറിലുണ്ടല്ലോ. അതുമല്ല, തലേന്നും അതിൻ്റെ തലേന്നും സാറിൻ്റെ ടവർ നോക്കിയാൽ മതി, എല്ലാം തൃശ്ശൂരാണ്. പിന്നെന്താ സാറേ പ്രശ്നം? വാടാ. 1 മിനിറ്റ് പോലെ പ്ലീസ്. ഫർദറായിട്ട് എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചാൽ മതി. പിന്നെ സാറുമാരുടെ വീടുകളിലും അസോസിയേഷനിലൊക്കെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. നമുക്കൊരു റീസണബിൾ റേറ്റിലൊക്കെ ചെയ്യാം. താമസിക്കാതെ തന്നെ നിന്റെ വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ നടത്തേണ്ടി വരും. അതെന്തിനാ? അവൻ്റെ ഒരു ഈവൻ വിളിക്കാൻ മറക്കണ്ട, ഫാൻസി നമ്പർ 100-നെക്കാളും വലിയ ഫാൻസി നമ്പർ ഇറങ്ങും. ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസ് കാരണം നഴ്സറി പിള്ളേരെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണ്ടായി. നീനു ആളെങ്ങനെയായിരുന്നു? ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിങ്, അടിച്ചുപൊളി? വനിതാ പോലീസ് ഇല്ലേ സർ? എന്താ? അല്ല, സ്ത്രീകളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വനിതാ പോലീസ് വേണമെന്നാണല്ലോ. റീനയെ വിളിക്ക്. ഇനി പറ, ഹൗ വാസ് നീനു? ഔട്ടിങ്, റിലേഷൻഷിപ്സ്, ഡേറ്റിംഗ്? ഡേറ്റിങ്ങിനൊന്നും അവളെ കിട്ടില്ല. ഫോണിൽ കൂടെയുള്ള ചാറ്റിങ്ങോ ഫ്ലേട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ സർ. പിന്നെ ചില എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്. അതൊക്കെ ആരൊക്കെയാ കൊടുത്തിരുന്നെന്നറിയോ? നോ, പേഴ്സണൽ കാര്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർഫിയർ ചെയ്യാറില്ലായിരുന്നു. വീട്ടിൽ സ്ഥിരമായിട്ട് വന്നിരുന്ന അങ്ങനെ ആരെങ്കിലും? ഉണ്ട് സർ. ആരൊക്കെ? ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ്, പത്രക്കാരൻ, കൊറിയർ ബോയ്സ്, അങ്ങനെ. അന്നേ ദിവസം രാവിലെ 5:30 മണിക്കാണ് അഞ്ജിത ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. അതെ. ആ സമയത്ത് ഓട്ടോ ഒന്നും കിട്ടാൻ വഴിയില്ല. നടന്നാണോ പോയത്? സാധാരണ അതാണ് പതിവ്. പക്ഷെ അന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരള സവാരി ബുക്ക് ചെയ്തായിരുന്നു പോയത്. ഇനി റോട്ടിലെങ്ങാനും സ്ലിപ്പായി വീണാലോ? സാറിനറിയാലോ. സാർ, എനിക്ക് തോന്നുന്നത് ഈ നീനും അധികം സോഷ്യലൈസ് ചെയ്യുന്ന ആളൊന്നും അല്ലെന്നാ. അവരുടെ CDR പരിശോധിച്ചാൽ തന്നെ അറിയാം. ഹാർഡ്ലി 6-7 കോൾസിൻ്റെ ഡേ, അത്രേ ഉള്ളൂ. എൻ്റെ വൈഫിന് തന്നെ ഡെയിലി ഒരു 10-15 കോൾസ് വരാറുണ്ട് സാർ. അതെനിക്ക് എങ്ങനെ അറിയാം? ഫോൺ ചെക്ക് ചെയ്യോ? കഷ്ടം. കമ്മീഷണർ സാർ. എവിടെയാണ് താൻ? ഇൻവെസ്റ്റിഗേഷനിലാണ് സാർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ആഴ്ച ഒന്നായിട്ട് സസ്പെക്ട് ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ സാധിക്കാത്ത താൻ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണോ നടത്തുന്നത്? സാർ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഇച്ചിരി കൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ നടക്കുന്ന പ്രതിഷേധ മാർച്ച് സമരം ഒന്നും താൻ കാണുന്നില്ലേ? തലസ്ഥാനത്ത് ഇന്നും ചെലവായി 2 പേർക്ക് വെള്ളം. മാക്സിമം 5 days. അതിനുള്ളിൽ തന്നെ കൊണ്ട് തൊലിക്കാൻ പറ്റില്ല, കേസ് ക്രൈം ബ്രാഞ്ചിനെ വിടും. അതാ ഇടിച്ചിട്ട് സ്റ്റാർട്ട്. സാർ, ഐ വിൽ ക്ലോസ് ദ കേസ് ബിഫോർ ദാറ്റ് സാർ. ഹലോ സാർ. എന്താ സാർ? എന്താണ് സാർ? സാർ അവിടെ വെച്ചിട്ടോ? സാർ, കമ്മീഷണർ ഭയങ്കര കലിപ്പിലാണല്ലേ സാർ? സോഷ്യൽ മീഡിയയിൽ യൂത്ത് മൊത്തം ഇളകിയിരിക്കുക. സാറേ, ഓംലെറ്റ് പ്ലേറ്റും കളഞ്ഞു എൻ്റെ വായിക്കാത്തോട്. സാർ, പോയാലോ സാർ? നമുക്ക് പോവാം. എടോ, എൻ്റെ സംശയം ഇതാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം മർഡർ നടന്നിരിക്കുന്നത് 5:30-നും 6:00-നും ഇടയിലാണ്. 5:30 വരെ ആ റൂംമേറ്റ് അവിടെ ഉണ്ട്. പത്രക്കാരൻ്റെ മൊഴി അനുസരിച്ചിട്ട് 5:45-നാണ് അയാൾ അവിടെ പത്രം ഇടുന്നത്. അതെ. ആ കോളനിയിലുള്ള മുഴുവൻ വീടുകളിലും പത്രോട്ട് തീരണമെങ്കിൽ മിനിമം ഒരു 5-8 മിനിറ്റ് എടുക്കൂലേ? ഉറപ്പായിട്ടും. ശരിയാ. ആ സമയത്തിനിടയിൽ ആ മർഡർ വന്നതോ പോയതോ അയാൾ കണ്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സാർ, ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചോദിച്ചതാണ്. അയാളോട് ആരെയും കണ്ടില്ലെന്നാ പറയുന്നേ. അയാളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു വരുത്തുക സാർ. എന്നിട്ട് ചോദിക്കേണ്ട പോലെ അങ്ങ് ചോദിക്കാം. ഷുവർ സാർ. ഓക്കെ സാർ.
ആ ഓക്കെ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള കേസ്, അതുകൊണ്ടാണ്. ഈ ദിനേഷ് സാറിൻ്റെ റൂം സാർ ആ റൂമില്ല. ഈ റൂമോ? ആ റൂം. ആ എത്തിയോ? താ ഒരു കാര്യം ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്തു. സാറ് കുറച്ച് തിരക്കില്ല, വിളിപ്പിക്കാം. സാറേ ഞാൻ ഉണ്ടായിരുടാ. മാഡോ മാഡം ഞാൻ അവളെ അടിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടേ ഉള്ളൂ. ആണോ? ഞങ്ങളതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നടക്ക്. ഇരിക്ക്. സാർ, ആ പത്രക്കാരൻ വന്നിട്ട് കുറേ നേരമായി സാർ. എത്ര നേരമായി? ഏകദേശം ഒരു 2 മണിക്കൂറോളമായി. മാനസികമായിട്ടൊന്ന് തളരണം. ഒരു അരമണിക്കൂറും കൂടെ അവിടെ കിടക്കട്ടെ. സാർ, സാറിനൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു. വിളിക്കാം, സാർ വിളിക്കും, വെയിറ്റ് ചെയ്തു. അല്ല, ഞാൻ പറയാനുള്ളതൊക്കെ അന്നേ പറഞ്ഞാ. താൻ അപ്സെറ്റ് ആവാനോ? വിളിക്കും, ഇരിക്കേ. അപ്സെറ്റ് ആയിട്ടൊന്നുമല്ല, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയാ? എന്തോന്ന് പരിപാടി? ഇരിക്കണാ. സാറേ, ഇത്ര അത്യാവശ്യം നിനക്ക്? വീട്ടുകളാ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. താനിരിക്കും. കുടിക്കാൻ കൊടുക്കാൻ പോണോ? ഹരി അന്ന് അവിടെ പത്രം ഇടുന്ന എത്ര മണിക്കാ? 5:30-ക്കാണോ? 5:45 ആ സമയത്ത്. ആ കോളനിയിലുള്ള എല്ലാ വീടുകളിലും പത്രം ഇട്ട് തീരാൻ എത്ര സമയം എടുക്കും? ഒരു 8 മിനിറ്റ് കൊണ്ട് കഴിയാറുണ്ട്. ആ കോളനിയിലേക്ക് വരാനും പോകാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ, വാഹനങ്ങൾക്ക് വന്നു പോകാനായിട്ട് ഒറ്റ വഴിയുള്ളൂ. ഈ 8 മിനിറ്റിനിടയിൽ ആരെങ്കിലും അങ്ങോട്ട് വരുവോ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരി അവരെ കാണേണ്ടതാണ്. അതെ. അങ്ങനെ ആരെങ്കിലും അന്ന് അവിടെ കണ്ടിരുന്നോ? അങ്ങനെ ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉറപ്പാണോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം 5:45-നും 5:55-നും ഇടയിൽ ഹരി അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എൻ്റെ അറിവിലില്ല. കൊല്ലപ്പെട്ട നീനുവിനെ ഹരി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ പത്രം ഇടാൻ പോകുമ്പോൾ അവരോട് രാവിലെ എഴുന്നേറ്റ് കയറുണ്ട്. നീനുമായിട്ട് എങ്ങനെയായിരുന്നു? കണ്ടാൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടോ? കാണുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചേ? 1 മാസമായിട്ടുണ്ടാവും. കഴിഞ്ഞ മാസത്തെ കളക്ഷൻ പോയ സമയത്ത്. അപ്പോൾ നീനുമായിട്ട് ഫോണിലും നേരിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ ചില മാഗസിനൊക്കെ വാങ്ങാൻ കൊണ്ടുവരാനായിട്ട് നീനു ഫോണിൽ സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നീനുവിനെ ഫോളോ ചെയ്യാറുണ്ടോ? ഫോട്ടോസൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയറും ചെയ്യാറുണ്ട്. ഹരി എന്തോരെ പഠിച്ചു? MCA കംപ്ലീറ്റഡ് ആണ് സാർ. MCA? ആ. എടോ, MCA വരെ പഠിച്ചിട്ട് താനെന്താടോ IT കമ്പനിയിലൊന്നും ജോലി ചെയ്യാത്ത? ഇങ്ങനെ പത്രോട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വർക്ക് ചെയ്തിരുന്നു സാർ, ACS ടെക്നോളജീസിൽ. അവിടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട്. പിന്നെ അത് വിട്ടു. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ചേർന്നൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണ്. പിന്നെ പത്രം, അത് അച്ഛനായിട്ട് തുടങ്ങി വെച്ചു എൻ്റെ ഏജൻസി. പിന്നെ അത് മുടക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ പത്രം എന്ന പിള്ളേർ ആരെങ്കിലും മുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഇടാറുണ്ട് പത്രം. ആ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തോളാം കേട്ടോ. റിപ്പോർട്ടിൽ കറക്റ്റ് വയ്ക്കാനുള്ളതാണ്. തൻ്റെ ഇമെയിൽ ID ഒന്ന് എഴുതിയേക്ക്. ഓക്കോ. താങ്ക് യു സാർ. പിൻ ചെയ്ത് വെച്ചോ. അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുക്കണം, CDR-ഉം. ഓക്കെ സാർ.